ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ഏറനാടിന്റെ ജനനായകന് ചാലിയാറിൽ ആവേശോജ്വല സ്വീകരണം. പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോഷമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് പി.കെ. ബഷീർ എം.എൽ.എ. ഏറനാട് മണ്ഡലത്തിൽ നിന്നും 41,289 വോട്ടുകളുടെ റെക്കോർഡ് വിജയം നേടിയ ശേഷം ചാലിയാർ പഞ്ചായത്തിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താനെത്തിയ പി.കെ. ബഷീർ മാധ്യമപ്രവർത്തകരോടാണ് പ്രതികരണം അറിയിച്ചത്. ഏറനാട്ടിൽ കഴിഞ്ഞ 15 വർഷമായി താൻ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ കൂടിയാണ് ഏറനാട്ടിലെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറനാട് മണ്ഡലത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമുക്ക് തന്ന ഒരു അംഗീകാരമാണ്. 4ാമത്തെ ടൈമിൽ ആദ്യ ഘട്ടത്തിൽ ഞാൻ വരുമ്പോൾ ഈ ചാലിയാർ പഞ്ചായത്തിൽ തന്നെ ഒരു നെക്കായിരുന്നു. രണ്ടാമതിന് ഞാൻ 1300 വോട്ട് ഈ പഞ്ചായത്തിൽ വന്നു. പിന്നീട് 1389 ഇപ്പോൾ 3100 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചാലിയാർ നിട്ടി. മൊത്തം മണ്ഡലത്തിൽ 41,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. ജനങ്ങളെ കഴിഞ്ഞ 4 കൊല്ലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത്. ആ വിജയം എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഏറ്റവും സ്നേഹിക്കുകയും UDF സ്നേഹിക്കുകയും ചെയ്ത ജനങ്ങളുടെ വോട്ടാണ്. ഒന്ന് UDFൻ്റെ ടീം UDF, പിന്നെ ജനങ്ങൾ 10 കൊല്ലമായി കേരളത്തിലെ കട്ടുപിടിച്ച ഒരു ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിജയത്തിൽ, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു വിജയത്തിൽ ജനം അത്രമാത്രം വെറുത്തിരുന്നു. അതുകൊണ്ടതാണ് കഴിഞ്ഞ 5 കൊല്ലം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഐക്യ ജനാധിപത്യത്തിന് വിജയിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിച്ചു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചു. പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള റിസൾട്ടാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരുന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ജനങ്ങൾ നൽകിയ മറുപടിയാണ് UDFന്റെ ചരിത്ര വിജയം. ടീം UDFന്റെ വിജയമാണ് ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം. ചാലിയാർ പഞ്ചായത്തിലുൾപ്പെടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ തെരഞ്ഞെടുപ്പിലുമുണ്ടായ വിജയം ജനങ്ങൾക്ക് UDFനും തന്നിലുമുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണെന്നായിരുന്നു പ്രതികരണം. പഞ്ചായത്തിന്റെ കവാടമായ മൈലാടിയിൽ UDF നേതാക്കളും പ്രവർത്തകരും നൽകിയത് ഉജ്ജ്വല സ്വീകരണമാണ്. UDF നേതാക്കളായ തോണിയിൽ സുരേഷ്, ഷൌക്കത്ത് മുട്ടിയിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ബീന, UDF നേതാക്കളായ DCC ജനറൽ സെക്രട്ടറി MK ഹാരിസ് ബാബു, DCC അംഗം അഡ്വക്കേറ്റ് AK യൂനസ് സലീം, ബെന്നി കൈതോലിൽ, ഹാരിസ് ആട്ടീരി, നാലകത്ത് ഹൈദരലി, ചെറുശോല ഹസൻ, പൂക്കോടൻ നൌഷാദ്, ദേവരാജൻ ചാലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുറന്ന വാഹനത്തിലാണ് പി.കെ. ബഷീർ MLA സ്വീകരണ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളിലാണ് പ്രവർത്തകർ ഏറനാടിന്റെ ജനനായകന്റെ സ്വീകരണ യാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.